ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ക്രിസ്മസ് തീമായി ഹെയർ ആക്സസറീസ് ചെയ്യാൻ ഞാനിവിടെ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ടൈൽ ബോയിൽ നിന്ന് തുടങ്ങാം. ബോയ്ക്ക് വേണ്ടി 18 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 18 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും നമുക്കൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ടൈല് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 22 സെൻറ്റിമീറ്റർ ലെങ്ത്തും 18 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് എടുക്കുന്നത്. അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഞാനൊരു ഫെൽറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീതി 18 സെൻറ്റിമീറ്ററും നീളം 8 സെൻറ്റിമീറ്ററും ആണ്. ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഈ ഫെൽറ്റും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഫെൽറ്റ് വെക്കുന്നത്, മറ്റേ സൈഡ് വെക്കുന്നില്ല. ഇനി ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം നമുക്ക് പുറത്തേക്ക് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് സാറ്റിൻ 18 സെൻറ്റിമീറ്റർ വീതിയിലും 2 സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൻ്റെ 2 പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡും വെച്ച് തയ്ച്ചെടുക്കാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡേ കൂടി ഒരു സ്റ്റിച്ചും ഇതിൻ്റെ സെൻറ്ററിലെ കൂടി സ്റ്റിച്ചും ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈല് റെഡിയാവും. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ തുന്നിയെടുത്ത് ബോയുമായി അറ്റാച്ച് ചെയ്യാം. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബോയുടെ പാർട്സ് അതിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ തുന്നിയെടുക്കുക. അതിനുശേഷം ബോയും അതിൻ്റെ ടൈലും കൂടി അറ്റാച്ച് ചെയ്ത് സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിയെടുക്കുക. ഇതിൻ്റെ പുറകിൽ ഞാനൊരു ഫ്രഞ്ച് ബാരറ്റ് ക്ലിപ്പാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഗമ്മിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷേ അത് ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിനൊരു സെൻറ്റർ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു 5 സെൻറ്റിമീറ്റർ വീതിയിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മുകളിൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്തു കൂടി വന്ന് ഒട്ടിച്ചെടുക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇതിൻ്റെ എക്സ്ട്രാ പാർട്സ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പുറകിലായി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഞാനൊരു ടാഗാണ് ഇതിൻ്റെ പുറകിലായി ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ പ്രോഡക്റ്റിനും എൻ്റെ ബ്രാൻഡ് നെയിം ഒട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ കൂടെ ആഡാക്കിയാൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലാവും, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും.
അതുകൊണ്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ താങ്ക് യു.